ഹായ്, എസ്എൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ക്രഷിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ കുറച്ച് വഴികളൊക്കെ പറഞ്ഞു തരുമെന്നുള്ളത്. ആളോട് ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷേ എങ്ങനെ ആളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യണം എന്നുള്ളത് അറിയില്ല. ഇങ്ങനെ പറയുന്ന കുറേ പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങളുടെ ക്രഷിനെ അട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ നിങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം. ക്രഷിനെ അട്രാക്ട് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് പോവുക എന്നുള്ളതാണ്. നല്ല നീറ്റായിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഒരാളെ കണ്ടു കഴിയുമ്പോൾ ആദ്യം നമ്മൾ അയാളെ വിലയിരുത്തുന്നത് ടോട്ടൽ അയാളുടെ ഒരു അപ്പിയറൻസ് നോക്കിയിട്ടാണ്. അയാളിട്ടിരിക്കുന്ന ഡ്രസ്സ് എങ്ങനെയാണ്, നീറ്റ് ആയിട്ടുണ്ടോ, അയൺ ചെയ്തിട്ടുണ്ടോ, അയാൾക്ക് ചേരുന്ന രീതിയിലുള്ള ഡ്രസ്സാണോ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കാറുള്ളത്. ഇപ്പോൾ നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിട്ട് പോകാന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പോകണം, അങ്ങനെയൊന്നുമല്ല. അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നേ ഇല്ല. അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും മാച്ച് ആയിട്ട് തോന്നുന്ന, നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പോകുക എന്നുള്ളതാണ്. അതിപ്പോൾ നിങ്ങൾക്ക് ചേരുന്നത് മുണ്ടും ഷർട്ടും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇടാം. ചേരുന്നത് ചുരിദാർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇടാം. അതായത് ഗേൾസിന് ചുരിദാറൊക്കെയാണ് കൂടുതൽ മാച്ച് ആവുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. അതല്ലെങ്കിൽ പാൻറ്റും ടോപ്പും ഒക്കെയാണ്, അതായത് ജീൻസ് പാൻറ്റും ഇതുപോലെ ക്രോപ്പ് ടോപ്പും, അങ്ങനെയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡ്രസ്സ് ചെയ്ത് പോകാം എന്നുള്ളതാണ്. പക്ഷേ അത് നിങ്ങൾക്ക് ചേരുന്ന രീതിയിൽ നീറ്റായ രീതിയിൽ ധരിച്ചിട്ട് പോകുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളെ കാണുമ്പോൾ പെട്ടെന്ന് ഒരു അട്രാക്ഷൻ അവർക്ക് വരും. നല്ല നല്ല ഭംഗിയുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുള്ളതാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം നമ്മൾ പറയാറുണ്ട് ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ അങ്ങനെ പോവേണ്ടത് വെൽ ഡ്രസ്ഡ് ആയിട്ട് പോകണം എന്നുള്ളത്. ആ സെയിം കാര്യം തന്നെയാണ് നമ്മുടെ ലൈഫ് തീരുമാനിക്കുന്ന ഒരു കാര്യമൊക്കെ ആണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെൽ ഡ്രസ്ഡ് ആയിട്ട് അവരുടെ മുമ്പിൽ പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സ്മൈലാണ്. ഒരു ചിരി എപ്പോഴും നിങ്ങളുടെ മുഖത്തിലുണ്ടായിരിക്കണം. അവരോട് ആ ചിരിയോട് കൂടിയിട്ട് നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അവരെ കാണുന്ന സമയത്ത് ചെറിയൊരു സ്മൈൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ പറയാറുണ്ട് ഒരാളെ കാണുന്ന സമയത്ത് പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ചിരിയാണ്. നമ്മൾ ഇങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ കൂടി ഒരാളെ നമ്മൾ നോക്കി ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഭയങ്കര സന്തോഷവും, അവർ തിരിച്ചു ചിരിക്കുമ്പോൾ നമുക്കും സന്തോഷവും. അപ്പൊ ചിരിയിലൂടെ ഒരു സൗഹൃദം പോലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ അടുത്ത് പോകുന്ന സമയത്ത് ഒരു സ്മൈൽ എപ്പോഴും നിങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ സംസാരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നിങ്ങൾ കേട്ടിരിക്കുക എന്നുള്ളതാണ്. ഇടയിൽ കയറിയിട്ടും സംസാരിക്കാതെ അവർ പറയുന്ന കാര്യങ്ങൾക്ക് കേട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ചിലർ ചെയ്യുന്നൊരു കാര്യമുണ്ട്, സംസാരിച്ചത് തുടങ്ങി കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുമല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയും. അവർക്ക് പറയാനുള്ളതൊന്നും നമ്മൾ കേട്ടിരിക്കില്ല എന്നുള്ളതാണ്. ഒരു ലിസണർ ആവുക എന്ന് പറയുന്നത് നല്ലൊരു ക്വാളിറ്റിയാണ്. അതായത് ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് ഈ ഒരു ലിസണിങ് എന്ന് പറയുന്നത്. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുക എന്നുള്ളത്. അതിലൂടെ അവർക്ക് നമ്മളോടുള്ള വിശ്വാസം കൂടുകയും ചെയ്യും. നമുക്ക് അത്രത്തോളം ക്ഷമയുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ലിസണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടിരിക്കുക. ഇടയിൽ കയറിയിട്ട് അവർ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ട് എന്തെങ്കിലും കാര്യം സംസാരിക്കുന്ന സമയത്ത് ഇടയിൽ കയറിയിട്ട് നിങ്ങൾ സംസാരിക്കാതിരിക്കുക. അത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻ ഉണ്ടാക്കും. ഒട്ടും അത് ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാൻ മറക്കരുത്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ചൊക്കെ ഹ്യൂമർ സെൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. തമാശയിലൊക്കെ സംസാരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഭയങ്കര ബോൾഡായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, ഹാർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ നമുക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല. എനിക്ക് ഇഷ്ടപ്പെടില്ല, ആർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരിക്കുക. അതേപോലെ തന്നെ കുറച്ചൊക്കെ ഹ്യൂമർ സെൻസ് ഇഷ്ടപ്പെടാത്ത ആളുകൾ ആരുമില്ല. അതും ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഇഷ്ടമാണ്. സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ തമാശ പറയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും എല്ലാ ആളുകൾക്കും. അപ്പൊ അവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ സംസാരിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു പേഴ്സണായി നിൽക്കാതെ കുറച്ചൊക്കെ തമാശയോട് കൂടിയിട്ട് സംസാരിക്കാൻ ശ്രമിക്കാം. ഇത് വീണ്ടും വീണ്ടും നിങ്ങളെ അവരുടെ മനസ്സിൽ ഓർമ്മയുണ്ടാക്കുകയും നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ളൊരു ആഗ്രഹം, സംസാരിക്കാനുള്ളൊരു ആഗ്രഹമൊക്കെ കൂട്ടുകയും ചെയ്യുന്നുള്ളത് കൂടി നിങ്ങളൊന്ന് തിരിച്ചറിയാം. ഇനി ഏറ്റവും ലാസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് അവരെ നന്നായിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യാം. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കാര്യം കംപ്ലീറ്റ് ആയി. അവർക്ക് നിങ്ങളോട് ഒരു അട്രാക്ഷൻ തോന്നുന്നതിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യം സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അവർ എന്ത് കാര്യത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ളത്. അപ്പോൾ മനസ്സിലാക്കുക അത് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ് എന്നുള്ളത്. അല്ലെങ്കിൽ കുറെ സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവരോട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, അവരത് പറഞ്ഞുതരും. അപ്പൊ ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ
അങ്ങനെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു താല്പര്യമൊക്കെ കൂടി വരിക ചെയ്യാം. അങ്ങനെ ആവുമ്പോഴും നല്ലതാണ്. അപ്പൊ അവർ തന്നെ വിചാരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെയാണ് ആൾക്ക് ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഞങ്ങൾ എപ്പോഴും സംസാരിക്കാറുള്ളത്, അങ്ങനെയൊക്കെ അവർ ചിന്തിക്കും. അപ്പൊ നമുക്ക് അത് തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവരോട് സംസാരിക്കാനൊക്കെ ശ്രമിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രഷ് അടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ക്രഷ് തോന്നിയിട്ടുള്ള ആ ഒരാൾക്ക് നിങ്ങളോട് തിരിച്ചും ഒരു അട്രാക്ഷൻ തോന്നും. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അവർ നിങ്ങളോട് വന്ന് പറയും. അതല്ലെങ്കിൽ പതിയെ പതിയെ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അവരോട് ചെന്ന് പറയാം. അപ്പൊ ഈ ഒരു കാര്യത്തിലൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ടാണ് ഫോളോ ചെയ്തതെന്നുണ്ടെങ്കിൽ സംശയമൊന്നും വേണ്ട, അവർ നിങ്ങൾ തിരിച്ച് പ്രണയിക്കും എന്നുള്ളതിൽ പേടിയൊന്നും വേണ്ട. അപ്പൊ അങ്ങനെ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മെല്ലെ പോയി കണ്ട് അവരോട് ഇങ്ങനെ പ്രപ്പോസ് ഒക്കെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, കമന്റ് ബോക്സിൽ അറിയിക്കാം. അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക. അതിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും നമ്മളോട് പറയുകയാണെങ്കിൽ അതിനുള്ള സൊല്യൂഷനും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്